പത്തനംതിട്ട ആവണിപ്പാറയിൽ ആദിവാസി യുവതി ജീപ്പിൽ പ്രസവിച്ചു. കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് പ്രസവം ഉണ്ടായത്. കോന്നിയിൽ നിന്ന് 108 ആംബുലൻസ് മണ്ണാറപ്പാറയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ആംബുലൻസ് പോയിട്ടുണ്ട്. നമ്മൾ അവിടെ കോണ്ടാക്ട് ചെയ്തിട്ട് ആരെയും കിട്ടുന്നില്ല. 19 വയസ്സ്. 19 വയസ്സ്. ജീപ്പ് വെച്ചിട്ട് മണ്ണാറപ്പാറ ഭാഗത്ത് വെച്ചിട്ടില്ലേ? ഇപ്പൊ ഫോറസ്റ്റുകാരൊക്കെ അവിടെ ഉണ്ടെന്നാ പറഞ്ഞേ. പിന്നെ ആരോഗ്യനിലയൊന്നും കുഴപ്പമില്ലല്ലോ നിലവിൽ അറിഞ്ഞത്? ആംബുലൻസ് ഓൾറെഡി ഒരു മെയിൽ സിസ്റ്റർ ഉണ്ട്, അല്ലാതെ ഒരു ഫീമെയിൽ സിസ്റ്ററെ കൂടി നമ്മൾ അറേഞ്ച് ചെയ്ത് വിട്ടിട്ടുണ്ട് വണ്ടിയിൽ. അല്ല, PHC നമ്മുടെ കല്ലേലി PHC ഒരു സിസ്റ്ററെ കൂടി വിട്ടിട്ടുണ്ട്. ഇപ്പൊ ആരെയും വിളിച്ചിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കുക, കിട്ടുന്നില്ല. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്തെ പറയൂ. ഗുഡ് മോർണിംഗ്. SKN ഗുഡ് മോർണിംഗ്. ഏതാണ്ട് 1 മണിക്കൂർ നേരം മാത്രമായിട്ടേ ഉള്ളൂ മണ്ണാറപ്പാറ എന്ന പ്രദേശം, അത് വനഭൂമിയാണ്. അച്ചൻകോവിലേക്ക്, കല്ലേലിയിൽ നിന്ന് അച്ചൻകോവിലേക്ക് പോകുന്ന മേഖലയാണ്. ആ മേഖലയിൽ ഈ യുവതിയുടെ സജിത എന്നാണ് യുവതിയുടെ പേര്. ആവണിപ്പാറ ഗിരിജൻ കോളനിയിലെ യുവതിയാണ്. 19 വയസ്സുകാരിയാണ് എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. കോന്നിയിലായിരുന്നു അവരുടെ പ്രസവ സംബന്ധമായ ചികിത്സകളെല്ലാം തന്നെ നടന്നിരുന്നത്. ഒരു 3 ദിവസം കഴിഞ്ഞ് അഡ്മിറ്റ് ആകേണ്ട ആളുകളായിരുന്നു അവർ. ഇന്ന് രാവിലെ പ്രസവ വേദന എടുത്ത സമയത്ത് ജീപ്പ് വിളിച്ച് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എത്തിക്കുകയായിരുന്നു. യാത്ര വളരെ ദുഷ്കരമാണ്. നമുക്കറിയാം, ആവണിപ്പാറ ഊരിലേക്കുള്ള യാത്രാ ക്ലേശത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി വാർത്തകൾ നമ്മളടക്കം 24-ൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റൈഡിംഗ് റിപ്പോർട്ടറിലും അതുപോലെ തന്നെ പൊതുജനം കഴുത LSR എന്ന പരിപാടിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടേക്കുള്ള റോഡ് ഇപ്പോൾ ഏതാണ്ട് തകർന്നു കിടക്കുകയാണ്. ഒരു മേഖലയിൽ റോഡ് കുഴിച്ചിട്ടിരിക്കുകയാണ്. അത് വനംവകുപ്പ് തീർത്തും നിർമ്മിക്കാൻ മറ്റു നടപടികളൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും 108 ആംബുലൻസ് ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. അതിലൊരു മെയിൽ സിസ്റ്ററാണുള്ളത്. തൊട്ടപ്പുറത്ത് നിന്ന് ഒരു ഫീമെയിൽ സിസ്റ്ററെ കൂടി അതിലേക്ക് കയറ്റി പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് മെയിൽ നേഴ്സിൽ നിന്ന് ഒരു ഫീമെയിൽ നഴ്സുമായി അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവരെ എടുത്തു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്കോ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുപോകുമെന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. അമ്മയ്ക്കും കുഞ്ഞിനും കാര്യമായ പ്രശ്നങ്ങളില്ല. ഇവരോടൊപ്പം ബന്ധുക്കളുണ്ടായിരുന്നു. ഇവരാണ് പ്രസവം എടുത്തതെന്ന് പറയുന്നു. ഈ മണ്ണാറപ്പാറ എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്ന് പെട്ടെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റിലെ വനിതാ ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തി വേണ്ടത് ചെയ്തിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ. എന്തായാലും ഈ സജിതയും കൊണ്ടുള്ള ആംബുലൻസ് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ടയിലേക്കോ അല്ലെങ്കിൽ കോന്നി ആശുപത്രിയിലേക്കോ കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആരോഗ്യ പ്രശ്നങ്ങളില്ല. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോന്നി താലൂക്ക് ആശുപത്രിയിലാണ്. ഇവിടേക്കും ഇൻറ്റിമേഷൻ ലഭിച്ചിട്ടുണ്ട്. ഇവരും എല്ലാവിധ സജ്ജീകരണങ്ങളുമായി കാത്തു നിൽക്കുകയാണ്. മറ്റു പ്രശ്നങ്ങളില്ല. ഈ ഒരു യാത്രാ ക്ലേശം തന്നെയാണ് ആ മേഖലയിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എന്തായാലും ജീപ്പിലാണ് പ്രസവിച്ചിരിക്കുന്നത് ആദിവാസി യുവതി എന്ന വാർത്തയാണ് 24-ലൂടെ ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. SKN. ഓക്കെ, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.